എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഒരു അടിപൊളി ഐറ്റം കൊണ്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്ത് ഐറ്റം ആണെന്നുള്ളത്. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു മെക്സിക്കൻ ഐറ്റം കൊണ്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ സൂപ്പർ ആട്ടോ. അത് എടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി എടുത്തിട്ട് അതിനകത്ത് മയണൈസും സോസും ഒക്കെ തൊത്തിട്ട് ഇത് വെച്ചിട്ട് റോൾ ആക്കിയിട്ട് വലിയവർക്കും കുട്ടികൾക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റമാണിത്. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഈ ചിക്കൻ, അതിൻ്റെ പേര് ചിക്കൻ ഫൈറ്റാസ് എന്നാണ്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ഫജിത്ത പക്ഷെ ആ ജെയ്ക്ക് പ്രൊനൗൺസിയേഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഫൈറ്റാസ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഈ മെക്സിക്കൻ ഐറ്റം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു ഇത്രയും പീസ് ബ്രസ്റ്റ് ഉണ്ട്, ഒരു 4 പീസോളം ബ്രസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ചിക്കൻ വാങ്ങിച്ചിട്ട് അതിനകത്ത് ബ്രസ്റ്റ് സെപ്പറേറ്റ് കട്ട് ചെയ്ത് ഇടിപ്പിച്ചതാണ്. കാരണം എല്ലായിടത്തും നമുക്ക് ബ്രസ്റ്റ് തന്നെ കിട്ടണമെന്നില്ല. അപ്പം ഞാൻ ഈ രീതി കട്ട് ചെയ്ത് നമ്മളൊരു ഹോൾ ചിക്കനെ വാങ്ങിച്ചിട്ട് അവരോട് പറയുകയാണെങ്കിൽ പിന്നെ ബ്രസ്റ്റ് സെപ്പറേറ്റ് ആക്കി തരാൻ പറഞ്ഞാൽ ഈ രീതിയിൽ അവർ നമുക്കത് പീസാക്കി തരും. അങ്ങനെയും ചെയ്യാം. പിന്നെ ദാണ്ടെ ക്യാപ്സിക്കം വാഷ് ചെയ്തിട്ട് 3 ക്യാപ്സിക്കം, അത് റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. പിന്നെ ഞാനൊരു 2 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ വേണ്ട പൊടിവകൾ എന്ന് പറഞ്ഞാൽ ദാണ്ടെ ജിഞ്ചർ പൗഡർ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ജിഞ്ചർ പൗഡർ ഇല്ലെങ്കിൽ ഒരു ഇച്ചിരി ഇഞ്ചി അരച്ചു വിടാം കേട്ടോ. പിന്നെ ദാണ്ടെ ഒറിഗാനോ പൗഡർ, ഇത് വാങ്ങാൻ കിട്ടും നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ. പിന്നെ ഞാൻ എടുത്തേക്കുന്ന കുരുമുളക് പൊടി, ക്യുമിൻ പൗഡർ, ജീരകപ്പൊടി, പിന്നെ ചില്ലി പൗഡർ, മുളക് പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അതിനകത്ത് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 വെളുത്തുള്ളിയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഞാൻ ചതയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ 2 വെളുത്തുള്ളി ഒന്ന് ചതച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചതച്ച് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തൊക്കെ പൊടിവകളിലിടാം. മുളക് പൊടി, അപ്പോൾ അത്രയും മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിത് ഈ ഒരു സ്പൂണാട്ടോ ഞാൻ ഇതിനകത്ത് ഇടുന്നത്. ഞാൻ അന്ന് വാങ്ങിച്ച ഓണത്തിനിടയ്ക്ക് വെച്ചാൽ ആ ബോട്ടിൽസ് ആയത്. അപ്പോൾ അതിനകത്ത് വലിയ സ്പൂണൊന്നും കൊള്ളത്തില്ല. അപ്പോൾ ഞാൻ ഈ സ്പൂണിൻ്റെ കണക്ക് വെച്ചിട്ട് ഞാൻ എല്ലാം ചെയ്യുന്നത്. മുളക് പൊടി എടുത്തു. അപ്പോൾ ആ സ്പൂണിൽ 3 സ്പൂൺ മുളക് പൊടി എടുത്തു. ഞാൻ ഇത് ജീരകപ്പൊടിയാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിൽ 1 സ്പൂൺ ജീരകപ്പൊടി എൻ്റെ ഈ സ്പൂണിലാണ് എടുത്തേക്കുന്നത്. ഈ സ്പൂൺ ഞാൻ 1 സ്പൂൺ ജീരകപ്പൊടി എടുത്തു. അപ്പോൾ ഞാൻ ഈ സ്പൂൺ 1 സ്പൂൺ കുരുമുളക് പൊടി എടുത്തു. അപ്പോൾ ജിഞ്ചർ പൗഡറാണേ. അപ്പോൾ ഞാൻ ജിഞ്ചർ പൗഡർ കുറച്ച് ഞാൻ അതിനകത്തേക്ക് ഇടുക. ഒരു ചെറിയ സ്പൂൺ ആവും ജിഞ്ചർ പൗഡർ ഇട്ടു. അപ്പോൾ ജിഞ്ചർ പൗഡർ കിട്ടിയില്ലെങ്കിൽ ഇഞ്ചി ചതച്ചിട്ടാലും മതി കേട്ടോ. നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമല്ലോ എന്തായാലും. പിന്നെ ഇത് ഒറിഗാനോയാണേ, ഒറിഗാനോ പൗഡർ. നമുക്കിത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? അതായത് ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് കുഞ്ഞുങ്ങളൊക്കെ പറയുകയാണ്, അമ്മ അതാണ്ട് ആ ആൻറ്റി ഉണ്ടാക്കുന്ന മാതിരിയിട്ട് അമ്മ ഇതൊന്നും ഉണ്ടാക്കി തന്നേ, ആ മെക്സിക്കൻ ചിക്കൻ ഫൈറ്റാസ് ഒന്ന് ഉണ്ടാക്കി താന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ പറയും, അയ്യോ മോളെ എനിക്ക് ആ പൊടി ഇല്ല, ഇതില്ല, അതില്ല എന്നൊക്കെ പറയുമ്പോൾ പറയണം ഇഞ്ചി ചതച്ചിട്ട് തന്നാലും മതി, വെളുത്തുള്ളി ചതച്ചിട്ട് തന്നാൽ മതി എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യും കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ഫൈറ്റാസിന് വേണ്ടിയിട്ടെല്ലാം അപ്പോൾ ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പ് ഞാനിപ്പോൾ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ ബ്രസ്റ്റ് എടുത്തതിനകത്തേക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് പുരട്ടി വെക്കാം. ഇതിലൊക്കെ ഓരോന്നിനും എടുത്ത് മസാല കൂട്ടിയത് പോരാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ മസാല കൂട്ടുന്നതിനും വിഷമമൊന്നുമില്ല. അപ്പം ചിലപ്പോൾ എനിക്കൊന്നും ഈ മസാല എനിക്ക് തികയത്തില്ല എന്ന് തോന്നുന്നു. അപ്പം ഒന്നുകൂടെ മസാല കുറച്ചുകൂടെ എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ മസാല കൂട്ടും. ഞാനിപ്പോൾ എൻ്റെ മസാല കുറഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് ഒരു ബ്രസ്റ്റും കൂടി ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മസാലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിടുവാണേ. ഇട്ടിട്ട് ഞാനിതൊന്ന് കാണിച്ചു തരാം. ഇച്ചിരി ഉണ്ട്, എന്നാലും ഒരു ഇച്ചിരി മസാലയുടെ കൂടെ കുറവുണ്ട്. അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ മസാല വേണമെന്ന് തോന്നിയതുകൊണ്ട് ഞാനൊരു ലേശം കൂടെ മൊത്തത്തിൽ 1 സ്പൂണും കൂടെ മുളക് പൊടിയും, ഒരു 1/2 സ്പൂൺ ജീരകപ്പൊടിയും, പിന്നെ ലേശം ജിഞ്ചർ പൗഡറും ലേശം ഒറിഗാനോ പൗഡറും ഒക്കെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒരു 1/2 സ്പൂൺ പെപ്പർ പൗഡറും ഒക്കെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് മൊത്തത്തിലൊന്ന് ലേശം ഉപ്പിൻ്റെ പോരായ്മ തോന്നി ലേശം ഒരു ഉപ്പും കൂടെ ഒക്കെ കൊടുത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ചെയ്തു. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു പാൻ വെച്ചു. ഈ പാൻ വെച്ചിട്ട് ഞാൻ ഈ പാനിനകത്തേക്ക്, പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ആ ചൂടായപ്പോൾ പാനിനകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. പക്ഷെ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ല, പകരം വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ.
അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണയിൽ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ അങ്ങ് ആദ്യം എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഇവിടെ കിടന്നിട്ട് ഇതിങ്ങനെ ഫ്രൈ ആവട്ടെ. ഞാനിപ്പോൾ ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചു. എൻ്റെ ഈ പാൻ്റെ മധ്യത്തിൽ കണ്ട വെളിച്ചെണ്ണ ചെല്ലില്ല, അവിടെ സൈഡിലെ വെളിച്ചെണ്ണ ചെല്ലുള്ളൂ. ഞാനിത് കുറച്ചാൾ മുമ്പ് വാങ്ങിച്ചതാണ്, പക്ഷേ എന്തോ ഒരു ചെറിയൊരു അവാദം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ചിക്കൻ ബ്രസ്റ്റ് ഓൾറെഡി ചൂടായിട്ടുണ്ട്. അതെ, അപ്പോൾ അതേ ഞാൻ ചിക്കൻ ബ്രസ്റ്റിനെ ഇട്ട് കൊടുക്കും കേട്ടോ, 1 by 1 ആയിട്ട്. അപ്പോൾ ഇനി ഒരെണ്ണം കൂടെ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് 2 സൈഡിലും ഫ്രൈ ചെയ്ത് മൊരിച്ചൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ, നന്നായിട്ടൊന്ന്. അപ്പോൾ ഇത് വേവുകയും ചെയ്യും, ഒപ്പം ഇത് ഫ്രൈ ആവുകയും ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഈ സമയം കൊണ്ട് നമുക്ക് ഈ ക്യാപ്സിക്കവും ഒനിയനും ഒന്ന് നീളത്തിൽ കനം കുറഞ്ഞ സ്ലൈസായിട്ട് പീസാക്കി എടുക്കട്ടെ ഞാൻ. അപ്പോൾ ഇതിങ്ങനെ പീസ് ചെയ്യുമ്പോൾ നമുക്ക് നടുക്കുള്ള അരി ഉണ്ടല്ലോ, അതിനെ നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇതിലാണ് വരിക. എന്നിട്ട് ഇതിനെ നമ്മളിത് ഇങ്ങനെ ഇട്ടിട്ട് ചെറുതാണ്ട് ഇങ്ങനെ ഈ രീതിയിൽ പീസാക്കി ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഒരു കൈ മൊബൈൽ വെച്ചുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റണില്ലേ. അപ്പോൾ അതേണ്ടേ ഉണ്ടോ, ഈ രീതിയിൽ നീളത്തിൽ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. വേണ്ട ഇതിനകത്ത് അരി നമ്മൾ എടുക്കില്ല കേട്ടോ. ഇത് ഹാഫായിട്ട് പോയി കഴിയുമ്പോൾ ദാണ്ടെ ഈ അരി ഏതാണ്ട് ഇങ്ങനെ തന്നെ എടുത്ത് നമുക്ക് കളയാവുന്നതേ ഉള്ളേ. വേണ്ട ഇങ്ങനെ അങ്ങ് കളഞ്ഞ് വെച്ച് നമുക്കിതിനെ ഇതുപോലെ തന്നെ എല്ലാത്തിനെയും ഇതുപോലെ അങ്ങ് പീസാക്കി, ഇതും ഈ രീതിയിൽ തന്നെ പീസാക്കണം. പിന്നെ ഒനിയൻ്റെ കൂടെ ഞാൻ അങ്ങ് കാണിച്ചു തരാം. അപ്പോൾ ഒനിയനും താണ്ട് ഈ രീതിയിൽ ഇങ്ങനെ തന്നെ ഒനിയനെയും പീസാക്കി എടുക്കുക. അപ്പോൾ തന്നെ ഈ രീതിയിൽ ഞാൻ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളെടുത്ത ക്യാപ്സിക്കം 3 കളറും എന്താ പറയുക ഒനിയനും. അപ്പോൾ ഞാൻ ഇത് തിരിച്ചിട്ടു. അപ്പോൾ ഒരുവിധം എന്നാലും ഫ്രൈ ആയില്ല, ഒരുവിധം ആയപ്പോൾ ഞാൻ തിരിച്ചിട്ടു എന്നല്ലേ ഉള്ളൂ. നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് അത് വേവുകയും വേണം, ഫ്രൈ ആവുകയും വേണം. അപ്പോൾ ഇതേണ്ടേ ഇതിനെ ഞാനിങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുക ചെയ്യുന്നുണ്ടോ. ഈ രീതിയിൽ ഒന്നുകൂടി ഞാനിത് തിരിച്ചിടുക. അപ്പം ഞാൻ ഒരു ഇച്ചിരി തീ കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിനെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാമേ. എന്നിട്ട് ഇനി ഒരു പീസും കൂടി എനിക്ക് ചെയ്യാനുണ്ട്, അതും കൂടി ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊണ്ടുവരാം. അപ്പം ഞാൻ ആ ഫ്രൈ ആയി ചെയ്ത ചിക്കനെ ഞാനെടുത്ത് കട്ടിംഗ് ബോർഡിൽ വെച്ചു. കാരണം നമുക്കിതിനെ ഒന്ന് പീസാക്കണമേ. ഈ രീതിയിൽ കട്ടിക്ക് പീസാക്കി മാറ്റണം. അതാണ്ട് ഈ രീതിയിൽ. അപ്പോൾ ഒരു കയ്യിൽ ഇത് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്കിത് പീസാക്കാനൊരു ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. കണ്ടോ, ഇങ്ങനെ ഈ രീതിയിൽ നീളത്തിൽ കണ്ടോ ഇങ്ങനെ കണ്ട പീസാക്കി എടുക്കണം. ഈ ഓരോ ബ്രസ്റ്റിനെയും കണ്ടോ, ഇങ്ങനെ എല്ലാത്തിനെയും ഞാൻ ഇതുപോലെ പീസാക്കി കൊണ്ടുവരാം. അതുകൊണ്ട് ചിക്കനെ ഞാൻ ഈ രീതിയിൽ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് പീസാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പീസും കൂടി എനിക്ക് ഫ്രൈ ചെയ്തേണ്ട അതിനകത്ത് കിടക്കണതേ ഉള്ളൂ. അപ്പോൾ അതും കൂടി റെഡി ആയിട്ട് ഞാൻ അതും കൂടി എടുത്തിട്ട് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ അടുത്ത പാൻ വെച്ചു. അപ്പോൾ ഞാൻ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു. പകരം നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചു. പാൻ വെച്ചിട്ട് സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന അതിൽ തന്നെ ചെയ്താൽ മതി ശരിക്കും പറഞ്ഞാൽ അതെടുത്ത് ഇടേണ്ടത്. പക്ഷേ എനിക്കിപ്പം ഞാൻ ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അല്ലാതെ ഒരു ഇച്ചിരി ഓയിലാണ് ഒഴിച്ചത്. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ചിക്കൻ ഇതിനകത്ത് ഫ്രൈ ചെയ്യുന്നു, അതിനകത്ത് തന്നെ നമുക്ക് ഈ ക്യാപ്സിക്കൊക്കെ ഇട്ട് വഴറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി. എനിക്കതിന് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഇതിനകത്ത് ഇട്ടു. അപ്പോൾ ഇതിൽ കിടന്നിട്ട് ഇതെല്ലാം ഒന്ന് എന്താ പറയുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. എന്താ ഞാനിപ്പോൾ ഇതിനെ ഒന്നേ അടച്ചു വെക്കുക കേട്ടോ. കാരണം ഒരു ലേശം തരിയോളം നമുക്ക് ഇതിനകത്ത് ഉപ്പും കൊടുക്കാം.
അപ്പോൾ ഇനി ഇത് വാടാൻ വേണ്ടിയിട്ട് ഞാനിതിനെ ഒന്ന് അടച്ചു വെക്കുകയാണ്. അപ്പോൾ ആ ഒനിയനും ആ ക്യാപ്സിക്കും എല്ലാം ഒന്ന് വാടി കിട്ടുമല്ലോ. അപ്പോൾ വേണ്ടേ എൻ്റെ ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് ഒരുവിധം വഴറ്റിയിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് ഈ ചിക്കനെ എടുത്ത് ഞാൻ ഇടുകയാണേ. കണ്ടോ, കട്ട് ചെയ്ത ചിക്കനെ എടുത്ത് അതുപോലെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് എന്ത് രസമുണ്ട് കിടക്കുന്നത് കാണാനില്ലയോ. നല്ല മഞ്ഞയും ചുവപ്പും പച്ചയും കളറിലൊക്കെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവുമോ അല്ലയോ. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടെ ചെയ്യും. അതായത് ഞാനൊരു നാരങ്ങാ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുകയാണേ. നാരങ്ങാ നീരും കൂടെ ഒക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനെ ഒരു ഇച്ചിരി വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. വേണമെങ്കിൽ ഇതിൽ നൈസ് പീസ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് ഉണ്ടോ, ഞാനൊന്ന് അടച്ചു വെക്കുമോ ഒന്നും കൂടി. കണ്ടോ, ഇതാണ്ട് എൻ്റെ ചിക്കൻ ഫൈറ്റാസ് റെസിപ്പി കണ്ടോ, മെക്സിക്കൻ റെസിപ്പിയാണിത്. കണ്ടോ, ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റായിട്ടോ. ലാസ്റ്റ് ആ നാരങ്ങാ നീരൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് എടുക്കുമ്പോൾ നല്ല രുചിയാണ് അതിന്. അതായത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം. പിന്നെ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഇല്ലേ, നമ്മുടെ ചപ്പാത്തിക്കകത്ത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ചപ്പാത്തിക്കകത്ത് നന്നായിട്ട് മയണൈസും പിന്നെ എന്താ പറയുക ടൊമാറ്റോ സോസും ഒക്കെ തൂത്തിട്ട് ഇത് നടുക്ക് വെച്ചിട്ട് ചുരുട്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർക്കത് ചപ്പാത്തി റോളായിട്ട് കഴിക്കുകയും ചെയ്യാൻ പറ്റുമേ. ഇത് ഞാനിതിപ്പോൾ കഴിക്കുക കേട്ടോ, നല്ല രുചിയുണ്ട്. ഭയങ്കര ചൂടും സൂപ്പറാട്ടോ. നമുക്കിത് എന്താ പറയുക നൈറ്റിൽ വേണമെങ്കിൽ ഒരു എന്താ പറയുക വെജിറ്റബിൾസ് ഒക്കെ ഉള്ള പിന്നെ ഇഷ്ടം ഒക്കെ ചേർക്കുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചുമ്മാ ഇതിങ്ങനെ കഴിക്കുകയെങ്കിലും ചെയ്യാം. അപ്പം നമ്മുടെ മെക്സിക്കൻ റെസിപ്പിയായ ചിക്കൻ ഫൈറ്റാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് എന്താ പറയുക അലങ്കരിക്കാൻ വേണ്ടി ഇച്ചിരി ഇലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലാക്കി ഇതൊക്കെ അലങ്കരിച്ചിട്ട് വരാം. അപ്പോൾ എൻ്റെ ഈ മെക്സിക്കൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായി കാണുന്നവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും ടാറ്റ.